പുതുയുഗ യാത്രയിലെ തമ്മിലടിയിൽ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് കെ മുരളീധരൻ. സ്നേഹത്തള്ളലായാലും സ്നേഹത്തല്ലലായാലും തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യും. TV ചാനലിൽ മുഖം കാണിക്കാൻ തള്ളുന്നവരോട് ജനത്തിന് പരിഹാസമാണെന്നും കെ മുരളീധരൻ വിമർശിച്ചു. ഈ പ്രവണത അവസാനിപ്പിക്കണമെന്നും തെരഞ്ഞെടുപ്പ് വിജയമാണ് മുഖ്യമെന്നും കെ മുരളീധരൻ തൃശ്ശൂരിൽ പറഞ്ഞു. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, സ്നേഹത്തള്ളലാണോ അല്ല സ്നേഹത്തല്ലലാണോ അതല്ല വിഷയം. ഇങ്ങനെ എന്ത് സംഭവിച്ചാലും TV-യിൽ കാണുന്നവർ കണ്ട് ചിരിക്കും. തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകും. മുരളീധരൻ എന്താണ് പറയുന്നത്? കൃഷ്ണരാജ്, എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചിരിക്കുന്നു കെ മുരളീധരൻ എന്നാണ്. ഗുരുവായൂരിൽ നടന്നിട്ടുള്ള ലീഡർ കെ കരുണാകരൻ പുരസ്കാര സമർപ്പണ സമ്മേളനത്തിലാണ് നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ രംഗത്ത് വന്നിട്ടുള്ളത്. സ്നേഹത്തല്ലലായാലും സ്നേഹത്തള്ളലായാലും അത് ഗുണകരമാവില്ല, തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പുതുയുഗ യാത്രക്കിടയിലുണ്ടായ നേതാക്കളുടെ തമ്മിലുള്ള തള്ളലും അതേപോലെ തന്നെ മൈക്കിന് വേണ്ടിയിട്ടുള്ള പിടിവലിയുമൊക്കെ കേരളം ഒന്നാകെ കണ്ടതാണ്. അതിനെതിരെയും മുരളീധരൻ തുറന്നടിച്ചിരിക്കുകയാണ്. അതായത് ചാനലിൽ മുഖം കാണിക്കാൻ, TV സ്ക്രീനുകളിലേക്ക് മുഖം കാണിക്കാനായിട്ട് നടത്തുന്ന മത്സരം അത് ജനങ്ങൾ കണ്ട് പരിഹസിക്കുകയാണ്. പാർട്ടീനെ ഒന്നായി പോയാൽ, കൂട്ടായി പോയാൽ വിജയം നേടാൻ സാധിക്കും. തമ്മിൽ തല്ലിയാലും തമ്മിൽ തള്ളിയാലും അത് പാർട്ടിക്ക് ദോഷകരമായിരിക്കുമെന്ന് നേതൃത്വത്തിനെതിരെ തന്നെ മുരളീധരൻ വന്നിരിക്കുന്നു. അതായത് സാധാരണ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം, അതേപോലെ തന്നെ അണികളെ വിശ്വാസത്തിലെടുക്കണം. ഒപ്പം തന്നെ ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേതാക്കളുടെ ഈ ഒരു പിടിവലി ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന് വേണ്ടിയും മൈക്കിന് വേണ്ടിയിട്ടുമുള്ള പിടിവലി ജനം കാണുന്നു. ക്യാമറയിൽ മുഖം കാണിക്കാൻ വേണ്ടി, TV സ്ക്രീനുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് മുതിർന്ന നേതാക്കൾ നടത്തുന്ന വടംവലി ജനങ്ങൾ കാണുകയാണ്. ഇതെല്ലാം കണ്ട് അവർ കോൺഗ്രസിനെ പരിഹസിക്കുന്ന നിലപാടാണ്. അല്ലാതെ അവർക്ക് വോട്ട് നൽകാൻ വേണ്ടി, കോൺഗ്രസിന് വോട്ട് നൽകാൻ ഇവരാരും തയ്യാറാവില്ല. പരിഹസിച്ച് ജനം പുച്ഛിച്ച് തള്ളുന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറുകയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കെ മുരളീധരന്റെ വെടിപൊട്ടിക്കൽ എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ അമ്പരപ്പിച്ചിട്ടുണ്ട്. അതായത് ഗുരുവായൂരിലാണ് പുള്ളിയുടെ പരിപാടി നടന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കെ മുരളീധരൻ ഗുരുവായൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഗുരുവായൂരിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലീഗിന്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് തിരിച്ച് കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കണമെന്നുള്ളൊരു ആവശ്യം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ കെ മുരളീധരനെ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യവും തൃശ്ശൂരിലെ DCC നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം ലീഗ് നേതൃത്വവും തമ്മിൽ ഒരു സീറ്റിന് വേണ്ടിയിട്ടുള്ളൊരു പിടിവലി നടക്കുന്നതിനിടയിലാണ് മുരളീധരൻ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നേതൃത്വത്തിനെതിരെ പരസ്യമായിട്ട് ഈ മൈക്കിന് വേണ്ടിയിട്ടുള്ള പിടിവലിക്കെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. കൃഷ്ണരാജ്, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്. ആ പ്രതികരണം, കെ മുരളീധരന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. സ്നേഹ തള്ളാണെങ്കിലും അത് ദോഷം തന്നെയാണ്. തല്ലലും മോശമാണ്, തള്ളലും മോശമാണ്. അത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണെങ്കിലും, എന്താ പറയണ്ടേ, ദേഷ്യത്തിൻ്റെ ഭാഷയിലാണ്, രൗദ്രത്തിൻ്റെ ഭാഷയിലാണെങ്കിലും ആ തള്ളലൊന്നും ഇലക്ഷൻ ജയിക്കാൻ സഹായകരമല്ല. ആ തള്ളുന്ന നേരം കൊണ്ട് പാർട്ടിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ചാൽ അത്രയും വോട്ട് നമുക്ക് കിട്ടും. ഞാൻ അത്രയും